ഹായ് എവരി വൺ, ദിസ് മീ ഷമീറുദ്ദീൻ അൽസൈത്തുൻ ഫാർമസി കൽബ ഫുജേറ. 80 മുതൽ 90% ആളുകളിലും കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. എന്താണ് ഈ ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്താണ് ലിവർ? ലിവറിൻ്റെ ഫങ്ഷനുകൾ എന്താണ്? നമ്മുടെ ശരീരത്തിൽ വലതുഭാഗത്ത് വാരിയലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ലിവർ. 1200 ഗ്രാം മുതൽ 1500 ഗ്രാം വരെയാണ് അതിൻ്റെ തൂക്കം. റെഡിഷ് ബ്രൗൺ നിറത്തിലാണ് അതുള്ളത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻസ് സപ്ലൈ ചെയ്യുക, ഇമ്മ്യൂണിറ്റി, മെറ്റബോളിസം, ഫിൽട്രേഷൻ എന്നൊക്കെയാണ് ലിവർ ചെയ്യുന്നത്. നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ച് കുടലിലേക്ക് എത്തി അവിടുന്ന് അബ്സോർപ്ഷൻ നടന്ന് ബ്ലഡിലേക്ക് അബ്സോർപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ബ്ലഡ് നേരെ പോകുന്നത് ലിവറിലേക്കാണ്. അവിടുന്ന് ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളിലേക്ക് ബ്ലഡ് എത്തുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എല്ലാ കാർബോഹൈഡ്രേറ്റുകളും ലിവറിലെത്തുന്നു. നമുക്ക് ആവശ്യമായ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഫാറ്റായിട്ട് ലിവർ സ്റ്റോർ ചെയ്യിക്കുന്നു. അത് ആദ്യം ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലായിട്ട്, സ്കിന്നിൻ്റെ അടിയിൽ, വയറിൻ്റെ താഴെയായിട്ട്, കുടലിൻ്റെ ഒക്കെ ചുറ്റുമായിട്ട് അത് ഫാറ്റാക്കിയിട്ട് ലിവർ തന്നെ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവറായിട്ട് പറയപ്പെടുന്നത്. സാധാരണ ലിവറിനേക്കാളും കുറച്ച് വലിപ്പം വെക്കും, പിന്നെ ലിവർ വീക്കങ്ങളുണ്ടാകും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 66% ഫാറ്റ് ലിവറിൽ അടിഞ്ഞു കൂടിയ ഒരവസ്ഥയാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും 66-ന് മുകളിലായി. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറോസിസായി മാറുന്നു. ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിവറിൻ്റെ കോശങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാകുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൂടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് എങ്ങനെയാണ് ഫാറ്റി ലിവർ നമുക്കുണ്ടോ എന്ന് തിരിച്ചറിയാൻ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുഖത്ത് നെറ്റിയുടെ രണ്ട് സൈഡിലായിട്ടും കറുത്ത പാടുകൾ വരിക, പെരടിയുടെ ഭാഗത്ത് കറുത്ത പാടുകൾ വരിക, ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ചില ആളുകളെ കാണുമ്പോൾ നമുക്കറിയാം നെഞ്ച് ഭാഗത്ത് ഫ്ലാറ്റ് ആയിരിക്കും, പിന്നെ ഒരു ബലൂണ് പോലെ വയറ് വീർത്തിരിക്കും, പിന്നെ താഴെ കാൽഭാഗങ്ങളിലൊക്കെ ശോഷിച്ചിരിക്കും. അതൊരു ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണ്. കൂർക്കം വലി, ജോയിൻസിൻ്റെ വേദനകൾ എല്ലാം ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ്. വലിയ ആളുകളെ പോലെ തന്നെ കുട്ടികളിലും ഇപ്പോൾ ഫാറ്റി ലിവർ ധാരാളമായി കണ്ടുവരുന്നു. സ്കൂൾ വിട്ട് വന്നതിന് ശേഷമോ ഒഴിവു ദിവസങ്ങളിൽ അവർ പുറത്തുപോയി കളിക്കുകയോ കൂട്ടുകാരുമായിട്ട് പുറത്ത് കളിക്കാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് അവസ്ഥയുണ്ടാകുന്നത്. കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും അവർക്ക് മൊബൈൽ വേണം. ഈ അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫാറ്റി ലിവർ വരും. കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തെ അത് ഊർജ്ജമാക്കി അവർ മാറ്റുകയോ അതിനുള്ള വ്യായാമങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് കുട്ടികളിലും ഇപ്പോൾ ഫാറ്റി ലിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ SGPT SGOT ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിയാൻ പറ്റില്ല. ഏറ്റവും നല്ലത് അൾട്രാസൗണ്ട് സ്കാനിങ്, ഫൈബ്രോ സ്കാനിങ് പോലത്തെ സ്കാനിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫാറ്റി ലിവർ ഉണ്ടാവാതെ നമുക്ക് നോക്കാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീര ഊർജ്ജത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. ധാരാളം വെള്ളം കുടിക്കുക, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ അടങ്ങിയ പാനീയങ്ങൾ, ഐസ്ക്രീമുകൾ, കേക്കുകൾ കഴിക്കാണ്ടിരിക്കുക, പ്രോസസ്ഡ് ഫുഡുകൾ കഴിക്കാണ്ടിരിക്കുക, അമിതമായിട്ട് റെഡ് മീറ്റുകൾ കഴിക്കാണ്ടിരിക്കുക, വ്യായാമം ചെയ്യുക. ഒരു ദിവസം 30 മിനിറ്റ് മുതൽ 45 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. ഇതിലൂടെ എല്ലാം നമുക്ക് ഫാറ്റി ലിവറിനെ ചെറുക്കാൻ പറ്റും. വിറ്റാമിനുകളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ ചാനലാണ് യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഫോളോ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.